ഈ ഇടതുപക്ഷത്തെ പൂർണ്ണമായി എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട പത്രം നടത്തുന്ന ചാനലുണ്ടല്ലോ, അവർ നടത്തിയിട്ടുള്ള സർവേയിൽ പോലും കേരളത്തിലെ ജനങ്ങൾ അടുത്ത മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് ആരാണെന്ന് വന്നപ്പോഴും പിണറായി വിജയനാണ് ഒന്നാം സ്ഥാനത്തും. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവർ എത്ര ശതമാനത്തിൻ്റെ പിന്നിലാണ് എന്നുള്ളത് കാണുമ്പോഴും കേരളത്തിലെ ജനത എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് പോലും പറയേണ്ടി വന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഞാൻ വളരെ ബഹുമാനിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു തമാശയിലായിരിക്കാം പറഞ്ഞത് ഞങ്ങൾ 21 സീറ്റ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് 20 സീറ്റുള്ളതിൽ ഭൂരിപക്ഷ സീറ്റ് നേടണം എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള അർത്ഥം ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞോട്ടെ. അതെ അതെ, ഞാൻ അതിനൊരു കുഴപ്പമില്ല. എനിക്ക് അദ്ദേഹത്തെ പോലുള്ള സീനിയറായിട്ടുള്ള അവരൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് യാതൊരു പിണക്കമുള്ളതല്ല. കാരണം നമ്മളൊക്കെ ബഹുമാനിക്കുന്നവരാണ് അവരൊക്കെ. അതൊക്കെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ കേരളം തന്നെ എടുക്കൂ. ഈ കേരളത്തിൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ എന്നുള്ളതാണല്ലോ ഇവിടെ നടന്നിരിക്കുന്ന ചർച്ച. പ്രധാനമായും നമ്മൾ പറയുന്നത് മതന്യൂനപക്ഷങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഒരു കാര്യം ഉറപ്പല്ലേ, കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ഈ സംഘപരിവാർ RSS അല്ലെങ്കിൽ BJP ഈ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അവരെടുക്കുന്ന സമീപനം എന്താണ്? BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയുടെ വിഷയത്തിലായാലും അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കുന്ന പ്രശ്നമായാലും എന്തിനേറെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുമെന്നാണല്ലോ വെല്ലുവിളിയോടുകൂടി അവരുടെ നേതാക്കന്മാർ കഴിഞ്ഞ കുറേ ദിവസക്കാലമായി പറയുന്നത്. ഇവിടുത്തെ മതന്യൂനപക്ഷമായാലും അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗമായാലും എല്ലാ ജനങ്ങൾക്കും വളരെ സൗഹാർദ്ദത്തോട് കഴിയുന്ന ഒരു നാടെന്നുള്ള നിലയിൽ ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം എത്ര വലുതാണ്, ഇടതുപക്ഷത്തിൻ്റെ ഇവിടെ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം എത്ര വലുതാണ് എന്ന് നന്നായി ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തന്നെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ കഴിഞ്ഞ 2019 നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അല്ല വരാൻ പോകുന്നത്. 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പെ നേരിടുവാൻ പോകുന്നത്. ഒന്ന്, കോൺഗ്രസ് എടുക്കുന്ന മൃദുഹിന്ദുത്വ നിലപാട്. ആ മൃദുഹിന്ദുത്വ നിലപാടിന്റെ ഉദാഹരണങ്ങൾ നിരവധി. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള MP-മാരടക്കം ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ അവർ ഇടപെട്ടിട്ടില്ല എന്നുള്ള പ്രശ്നം ഗൗരവമായി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വെക്കുകയാണ്. ഒരു അവസാന ഘട്ടത്തിൽ TN പ്രതാപൻ എന്ന് പറയുന്ന MP എന്തോ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പോലും ശകാരിക്കാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്തിരിക്കുന്നത് എന്നതടക്കമുള്ള വാർത്ത മലയാളി കാണുകയാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യതയോടുകൂടി ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയെ ചെറുക്കുവാൻ കഴിയുന്ന ശക്തി അത് ഇടതുപക്ഷം തന്നെയാണ്. ആ ഇടതുപക്ഷം ദുർബലപ്പെട്ടുകൂടാ എന്നുള്ളത് കേരളത്തിലെ മതനിരപേക്ഷ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. CPP ചിത്തരഞ്ജൻ താങ്കൾ പറഞ്ഞത്.